കൗതുകവും ചിരിയും ചിന്തയും രാഷ്ട്രീയ പോരാട്ടങ്ങളുമൊക്കെയായി മലയാളിയുടെ മനസ്സെന്നും ഓർമ്മിക്കുന്ന പേരാണ് വൈക്കം മുഹമ്മദ് ബഷീർ. സാഹിത്യ നഗരമായ കോഴിക്കോടിന് കാതലാണ് ബേപ്പൂർ സുൽത്താൻ എന്ന വൈക്കം മുഹമ്മദ് ബഷീർ. പിന്നെയും പിന്നെയും വായിക്കാൻ തോന്നുന്ന വല്ലാത്തൊരു മനുഷ്യൻ്റെ കാലമാണ് കഴിഞ്ഞുപോയത്. കുഞ്ഞുപാത്തുമ്മയ്ക്ക് സംഗതിയുടെ ഗൗരവം മനസ്സിലായി. പഴയ പ്രതാപം, ഐശ്വര്യം, ചരിത്രത്തിൻ്റെ തിളക്കം, സർവ്വരഹസ്യങ്ങളും വ്യക്തമായി തുറന്നു കിടക്കുന്നു. അവൾക്ക് സന്തോഷവും അഭിമാനവും തോന്നി. കിരീടവും ചെങ്കോലും സിംഹാസനവും മഹാസാമ്രാജ്യങ്ങളും ഉണ്ടായിരുന്നു എന്ന മട്ടിലാണ് അവൾ പറഞ്ഞു. ഡുപ്പുപ്പാക്കൊരാനുണ്ടാർന്ന്. ഉമ്മ മെതിയടി തൊട്ടുകൊണ്ട് പറഞ്ഞു, വലിയ ഒരു കൊമ്പനാന. ഡുപ്പുപ്പാക്കൊരാനുണ്ടായിരുന്നു എന്ന പുസ്തകത്തിലെ ഒരു ഭാഗം മാത്രമാണിത്. ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരി ഇത് ഉപപാഠപുസ്തകമാക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ അത് വലിയ വിവാദമായി. അഭിപ്രായ വ്യത്യാസവുമായി എതിർപ്പുമായി പ്രതിപക്ഷവും മതസംഘടനകളും രംഗത്തെത്തി. അത് വലിയ കോലാഹലമുണ്ടാക്കി. ആ പുസ്തകം പിന്നീട് എത്രയോ പേർ വായിച്ചു. വേദികളിൽ നാടകമരങ്ങേറിയപ്പോൾ സദസ്സിനെ ഒന്നാകെ പിടിച്ചിരുത്തി. വിവാദങ്ങൾക്കപ്പുറം അതിലെ കഥയും കഥാപാത്രങ്ങളും കണ്ടവരും വായിച്ചവരും ഇന്നും മറന്നു കാണില്ല. ആ പൂവ് നീ എന്തു ചെയ്തു? ഏതു പൂവ്? രത്നക്ഷത്രം പോലെ കടും ചെമപ്പായ ആ പൂവ്. ഓ അതോ? അതെ, അതെന്തു ചെയ്തു? തിടുക്കപ്പെട്ട് അന്വേഷിക്കുന്നതെന്തിന്? ചവിട്ടി അരച്ചു കളഞ്ഞോ എന്നറിയുവാൻ. കളഞ്ഞെങ്കിലെന്ത്? ഓ ഒന്നുമില്ല, അതെൻ്റെ ഹൃദയമായിരുന്നു. ഹൃദയം തൊട്ട് പ്രണയത്തെ ഇങ്ങനെ വർണ്ണിക്കാൻ ബഷീറിനല്ലാതെ മറ്റാർക്കാണ് കഴിയുക? ഒരു മതിലിനപ്പുറവും ഇപ്പുറവും നിന്ന് ഒരുപാട് കാലം പ്രണയം പറഞ്ഞ രണ്ടു മനുഷ്യരുണ്ടായിരുന്നു. പ്രണയം പറഞ്ഞുവെന്നല്ലാതെ അവർ പരസ്പരം ഇതുവരെ കണ്ടിട്ടില്ല. ആ കാലം കഴിഞ്ഞുപോയി. എന്നാൽ ഇപ്പോഴും അവരുടെ പ്രണയം ജീവിക്കുന്നത്, അവരുടെ പ്രണയം മനുഷ്യർ പരസ്പരം പറയുന്നത് ബഷീറിൻ്റെ വരികളിലൂടെയാണ്. ബഷീർ എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ കയറിപ്പറ്റാൻ കാരണം വേഗത്തിൽ മനസ്സിലാവുന്ന ഭാഷാ സാഹിത്യമാണ്. ഹാസ്യം കൊണ്ട് ചിരിപ്പിച്ചു, വാക്കുകളുടെ തീവ്രതയിൽ കരയിപ്പിച്ചു. സമൂഹത്തിലെ വിവിധ മനുഷ്യരുടെ കഥ പറഞ്ഞ ബഷീറിൻ്റെ ലോകം ഫാന്റസി നിറഞ്ഞതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നതിനു ശേഷം 1930 കോഴിക്കോട് നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൽ ബഷീർ പങ്കെടുത്തിരുന്നു. അതിൻ്റെ പേരിൽ ജയിലിലായി. ജയിലിൽ ക്രൂരമർദ്ദനങ്ങൾക്കിരയായി. അതെല്ലാം പിന്നീട് ബഷീർ വിശദമായി തന്നെ എഴുതിയിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം മട്ടാഞ്ചേരി കേന്ദ്രീകരിച്ച് ഭഗത് സിംഗ് മാതൃകയിൽ ഒരു സംഘടനയുണ്ടാക്കി ബഷീർ പ്രവർത്തിച്ചിരുന്നു. സ്കൂൾ പഠനകാലത്ത് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി ബഷീർ വൈക്കത്തെത്തിയിരുന്നു. ഞാൻ ഗാന്ധിജിയെ തൊട്ടുവെന്ന് അഭിമാനത്തോടെ ബഷീർ പറഞ്ഞിട്ടുമുണ്ട്. സുഹൃത്ത് സൈനുദ്ദീനുമൊത്ത് ഉജ്ജീവനം എന്നൊരു വാരികയുണ്ടാക്കി. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ശക്തമായ ലേഖനങ്ങളായിരുന്നു പുസ്തകത്തിൽ ഉണ്ടായിരുന്നത്. പ്രഭ എന്ന തൂലിക നാമത്തിലായിരുന്നു എഴുത്ത്. എഴുത്തും പ്രചാരണവും ശക്തമായപ്പോൾ വാരിക പോലീസ് കണ്ടുകെട്ടി. അറസ്റ്റ് വാറണ്ട് വന്നപ്പോൾ തീവണ്ടി കയറി നാടുവിട്ടു. ഇന്ത്യയൊട്ടാകെ ബഷീർ അലഞ്ഞു തിരിഞ്ഞു നടന്നു. ഇപ്പോൾ ഞാൻ മരിച്ചിരിക്കുന്നു. മതിയായ കാരണങ്ങളുണ്ടോ എന്ന് നിങ്ങൾ തന്നെ തിട്ടപ്പെടുത്തുക. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പക്കൽ അനന്തമായ സമയം ഒട്ടും തന്നെയില്ല. എല്ലാവർക്കും സലാം. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അണ്ടകടാഹമേ മാപ്പ്. എല്ലാവർക്കും മംഗളം ശുഭം. 1994 ജൂലൈ 5 വൈക്കം മുഹമ്മദ് ബഷീർ ഈ ലോകത്തോട് വിട പറഞ്ഞു. അനേകം എഴുത്തുകളായി ഇപ്പോഴും ജനമനസ്സുകളിൽ ബഷീർ ജീവിച്ചിരിപ്പുണ്ട്. അരുൺ കിഷോറിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.